ഹായ് ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ് മെട്രിക്സ്. വാട്ട് ഈസ് മെട്രിക്സ്? ഓക്കെ, നമ്മൾ നോർമലായിട്ട് നമ്പേഴ്സ് എഴുതാറുണ്ടല്ലേ. 1 2 3 5 10 12 അങ്ങനെ നമ്പേഴ്സ് എഴുതും. അങ്ങനെ എഴുതുന്ന നമ്പേഴ്സിനെ നമ്മൾ കോളം ആയിട്ടും റോ ആയിട്ടും എഴുതുന്നതാണ് മെട്രിക്സ്. റോയും കോളും നമ്മൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. എവിടെ കേട്ടിട്ടുണ്ടാവും? നമ്മുടെ സ്കൂളുകളിൽ കേട്ടിട്ടുണ്ടാവും അല്ലേ? എവിടെ? നമ്മുടെ നമ്മൾ അസംബ്ലിയിലൊക്കെ നിൽക്കുമ്പോൾ റോ ആയിട്ട് നിൽക്കും. ഒരു റോ ആൺകുട്ടികൾക്ക് ഒരു റോ, പെൺകുട്ടികൾക്ക് ഒരു റോ. അങ്ങനെ നമ്മൾ സ്കൂളിൽ ക്ലാസ്സിലിരിക്കുമ്പോൾ ഫസ്റ്റ് റോയിൽ ഇരിക്കുന്നവരെല്ലാം ബോർഡിനോട് അടുത്തായിരിക്കും അല്ലേ? അങ്ങനെ ലാസ്റ്റ് റോയിൽ ഇരിക്കുന്നവർ ലാസ്റ്റ് ബെഞ്ചിലായിരിക്കും. ലാസ്റ്റ് റോ, മിഡിൽ ഇരിക്കുന്നത് മിഡിൽ റോ, മിഡിൽ ബെഞ്ചസ്. അപ്പൊ റോയും കോളും നമ്മൾ കേട്ടതാണ്. നമ്മൾ നമ്പേഴ്സിനെ റോയിലും കോളത്തിലും എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനൊരു ബോക്സിന്റെ അകത്ത് എഴുതും. ഓക്കെ, അപ്പൊ ഇവിടെ എഴുതിയിട്ടാ 1 4 6. ഇതെന്താണ്? ഇത് ഹൊറിസോണ്ടലായിട്ട് എഴുതിയാണ്. ഹൊറിസോണ്ടലായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് റോ. ഓക്കെ, 2 1 8. ഇത് സെക്കൻഡ് റോ, ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ. ഇനി കോളം എന്ന് പറയുന്നതോ വെർട്ടിക്കലായിട്ട് ഇതുപോലെ 1ഉം 2ഉം ഫസ്റ്റ് കോളം, 4ഉം 1ഉം സെക്കൻഡ് കോളം, 6ഉം 8ഉം തേർഡ് കോളം. ഓക്കെ, അപ്പോൾ വെർട്ടിക്കലായിട്ട് എഴുതുന്നത് കോളവും ഹൊറിസോണ്ടലായിട്ട് എഴുതുന്നത് റോയും. ഹൊറിസോണ്ടൽ റെപ്രസെന്റേഷൻ ആണ്. നമുക്കിപ്പോൾ എങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഫസ്റ്റ് ഇവിടെ 0 2 3 11 1 2 എത്ര വേണമെങ്കിലും എഴുതട്ടെ. ഇനി ഇത് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് അടുത്ത റോ എഴുതാം. 3 1 4. ഓക്കെ, അപ്പൊ ഇതിൽ റോ എങ്ങനെയാണ് വരിക? റോ എന്ന് പറഞ്ഞത് ഇതാണ് റോ. ഓക്കെ, ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ, ഇത് തേർഡ് റോ. ഇതൊക്കെ റോ ആണ്. റോ 1, റോ 2, റോ 3. ഓക്കെ, ഇനി ഇതിൽ കോളം റെപ്രസെന്റേഷൻ ഏതാണ്? ഇതാണ് 0 11 3 വെർട്ടിക്കലായിട്ട്. ഇതിനാണ് നമ്മൾ കോളം എന്ന് പറയുന്നത്. ഇത് ഫസ്റ്റ് കോളം, ഇത് സെക്കൻഡ് കോളം, ഇത് തേർഡ് കോളം. ഓക്കെ, C3 C2 C3. ഓക്കെ, അപ്പൊ ഇതിനാണ് നമ്മൾ എന്താ പറയുക, ഇങ്ങനെ റെപ്രസെന്റ് ചെയ്താണ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, മെട്രിക്സ് നമ്മൾ പല സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സിസ്റ്റത്തിൽ, കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെല്ലാം ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്നുണ്ട്. പല കാര്യങ്ങളിലും മെട്രിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി സപ്പോസ് നമ്മൾ ഇവിടെ എടുത്തിട്ടില്ലേ A is equal to ഈ ഒരു മെട്രിക്സ് 1 4 6 2 1 8. ഇതിൽ എത്ര റോസ് ഉണ്ട്? 2 റോ ഉണ്ടല്ലേ. 2 റോസും 3 കോളംസും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ 2/3 മെട്രിക്സ് എന്ന് വിളിക്കും. 2/3, 2 റോയും 3 കോളും ഉള്ളതിനെ 2/3. ഓക്കെ, 2/3 മെട്രിക്സ് എന്നാണ് നമ്മൾ ഇതിനെ സാധാരണ വിളിക്കുക. നമ്മൾ ഇതിനൊരു ജനറൽ ഫോം നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഈ ഒരു മെട്രിക്സിന്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ A11 എന്ന് പറയുന്നത് ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളത്തിൽ വാല്യൂ 1, A11. A12 ഫസ്റ്റ് റോയിൽ സെക്കൻഡ് കോളം നമ്പർ എത്ര? സെക്കൻഡ് അല്ലേ? സെക്കൻഡ് കോളം, അതാണ് A12. A13 ഫസ്റ്റ് റോയിൽ തേർഡ് കോളം. ഓക്കെ, A13. ഓക്കെ, ഇതിന്റെ ജനറൽ റെപ്രസെന്റേഷൻ ആണ് ഇത്. അപ്പൊ A13 വാല്യൂ എത്രയാണ്? 6. ഇനി A23 വാല്യൂ എത്രയായിരിക്കും? A23 ഇതിൽ A23 വാല്യൂ എത്രയായിരിക്കും? A23 വരുമ്പോൾ A23 വരുമ്പോൾ സെക്കൻഡ് റോയും തേർഡ് കോളം. സെക്കൻഡ് റോ, ഫസ്റ്റ് റോ, സെക്കൻഡ് റോ വരുമ്പോൾ ഇത് വരും സെക്കൻഡ് റോ. ഓക്കെ, സെക്കൻഡ് റോയിൽ തേർഡ് കോളത്തിലെ വാല്യൂ എത്ര? 8. അപ്പൊ ഇതാണ് എന്തെന്ന്? A23. ഓക്കെ, ഇനി നമുക്ക് ഒരു മെട്രിക്സ് എന്ന് പറയുന്നത് എത്ര വേണമെങ്കിൽ റോസും ആവും, എത്ര വേണമെങ്കിൽ കോളംസും ആവാം. ഓക്കെ, അപ്പൊ അതിനെ നമ്മൾ എന്ത് പറയും? M നമ്പർ ഓഫ് റോസും N നമ്പർ ഓഫ് കോളംസ്. ഓക്കെ, ഇതൊരു ജസ്റ്റ് ഒരു റെപ്രസെന്റേഷൻ മാത്രമാണ്. ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി നിങ്ങൾ. A11 എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ എലമെന്റ്, A12 എന്ന് പറയുമ്പോൾ സെക്കൻഡ്, അതായത് ഫസ്റ്റ് റോയിലത്തെ സെക്കൻഡ് കോളം. A1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോ ഫസ്റ്റ് തന്നെ, അതിൽ എന്നാമത്തെ കോളത്തിലെ എലമെന്റ്. ഓക്കെ, ഇത് താഴേക്ക് വരുമ്പോൾ A21 A22
ഈ 2n സെക്കൻഡ് റോയിൽ എന്നാമത്തെ കോളം. ഓക്കെ, ഇത് ലാസ്റ്റ് വരുമ്പോൾ AM1 എം എന്ന് പറയുമ്പോൾ ഇവിടെ റോ ആണ്. ഫസ്റ്റത്തെ എന്താണ്? റോ ആണ്. ഓക്കെ, അപ്പൊ AM1 എന്ന് പറയുമ്പോൾ സെക്കൻഡ് കോളാണ്. ഇത് ഫസ്റ്റ് കോളും എമ്മാമത്തെ റോയും, ഇത് എമ്മാമത്തെ റോയില് സെക്കൻഡ് കോളം, ഇത് AMN. എമ്മാമത്തെ റോയില് എന്നാമത്തെ കോളം, ഇത്. അപ്പൊ ഇതിനെ നമ്മൾ റിപ്രസെന്റ് M/N മെട്രിക്സ് എന്ന് പറയും നമ്മളിങ്ങനെ. ഈ A of ij പറഞ്ഞിട്ട് A of ij ആണ് നമ്മൾ നേരത്തെ ഇവിടെ കാണിച്ചത്. ഇവിടെ കാണിച്ചത് A of ij. I എന്ന് പറയുന്ന ഒരു നമ്പർ കൊടുക്കാം നമുക്ക്. A of i ക്ക് പകരം 2 j ക്ക് പകരം 3 കൊടുത്താൽ A of 2 3. A of 2 3 ആണ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചത്. ഇതിൽ A of 3 3 കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം എന്താ? ഇതിൽ A of 3 3 ഇല്ല. ഇതെന്താ? ഇത് 2/3 മെട്രിക്സ് ആണ്. 2/3 ല് മാക്സിമം A of 2 ഉം A of 3 വരെ കണ്ടുപിടിക്കാൻ പറ്റും. A of 3 3 കണ്ടുപിടിക്കാൻ പറ്റില്ല നമുക്ക്. കാരണം A of 3 3 വരണമെങ്കിൽ നെക്സ്റ്റ് ഒരു റോ കൂടി ഇവിടെ വരണം. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. ഇതിനെ A of ij വിളിച്ചാൽ I എന്തെന്ന് ഇവിടെ I എന്ന് പറയുന്നത് 2 ഉം J എന്ന് പറയുന്നത് 3 ഉം. ഈ ഫസ്റ്റത്തെ സാധനം റോയും സെക്കൻഡ് സാധനം കോളമാണ് കേട്ടോ. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്പേഴ്സിനെ ഇങ്ങനെ ഒരു ബോക്സിൽ റെപ്രസെന്റ് ചെയ്യുന്ന മെട്രിക്സ്. ഓക്കെ, ആ മെട്രിക്സിൽ റോ എന്ന് പറയുന്നത് ഹൊറിസോണ്ടലും കോളം എന്ന് പറയുന്നത് വെർട്ടിക്കലും. ഇതെത്ര മെട്രിക്സ് ആണ്? 3/3 മെട്രിക്സ് ആണ്. 3 റോസും 3 കോളംസും ഉണ്ടല്ലേ. ഇതിന് നമുക്ക് വേണമെങ്കിൽ A33 കണ്ടുപിടിക്കാൻ പറ്റും. A33 എത്രയാണ്? തേർഡ് റോയിലത്തെ തേർഡ് കോളം. ഇതാണ് എലമെന്റ് A33. ഇത് A33. ഇത് ഞാൻ പറയാം A31 എത്രയാണ്? നിങ്ങൾ കണ്ടുപിടിച്ച A31 എത്രയാണ്? അതെ, A31 എന്ന് പറയുന്നത് തേർഡ് റോ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോയിൽ ഫസ്റ്റ് എലമെന്റ്, ഫസ്റ്റ് കോളം. തേർഡ് റോയിൽ ഫസ്റ്റ് കോളത്തിലുള്ള എലമെന്റ് അത് 3. ഇതാണ് എന്തെന്ന്? A31. ഓക്കെ, ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആണത്. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ AIJയിൽ ഐക്ക് നമ്മൾ ഇവിടെ എന്തെന്ന് 3 എന്നുള്ള വാല്യൂ കൊടുത്തു, ജെക്ക് 1 എന്നുള്ള വാല്യൂ കൊടുത്തു. A31 ഇസിക്കൽ ടു എന്തെന്ന്? 3. ഇത് ജനറൽ റെപ്രസെന്റേഷൻ. ഒരു എലമെന്റിന്റെ ഒരു മെട്രിക്സിലുള്ള ഒരു വാല്യൂയുടെ ജനറൽ റെപ്രസെന്റേഷൻ ഇത്. ഓക്കെ, ഇനി ഞാനൊരു ടാസ്ക് തരാം. A of ij കണ്ടുപിടിക്കണം. വേർ I is equal to 2 and j is equal to 1. A of ij കണ്ടുപിടിക്കണം. വേർ I is equal to 2 and j is equal to 1. എത്രയായിരിക്കും? I equal to 2 പറയുമ്പോൾ ഇതെങ്ങനെ മാറ്റി എഴുതാം നമ്മൾ? A of 2 I is equal to 2 പറയുമ്പോൾ A of 2 j is equal to 1. A of 2 1 ആവും. A of 2 1 is equal to എത്ര? A of 2 1. A of 2 1 എത്ര? ഇതിൽ A of 2 1 എത്ര കണ്ടുപിടിച്ച? അതെ, A of 2 1 സെക്കൻഡ് റോയില് ഫസ്റ്റ് കോളം. അതെ, സെക്കൻഡ് റോ ഫസ്റ്റ് സെക്കൻഡ് റോയില് ഫസ്റ്റ് കോളം, സെക്കൻഡ് റോയിൽ ഫസ്റ്റ് കോളം ഏതാണ്? ഇതാണ് 11 ആണ് എന്തെന്ന്? A of 2 1. ഓക്കെ അല്ലേ, മനസ്സിലായില്ലേ? ഇത്രയുള്ള മെട്രിക്സിന്റെ ഒരു ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ടൈപ്പ് ഓഫ് മെട്രിക്സിലേക്ക് പോവാം. ഓക്കെ, ടൈപ്പ് ഓഫ് മെട്രിക്സ്. ഫസ്റ്റത്തത് സ്ക്വയർ മെട്രിക്സ്. ഞാൻ ഓഡിബിൾ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അവിടെ ചെക്ക് ചെയ്ത് കാണുന്നുണ്ടോ? ഓക്കെ, സ്ക്വയർ മെട്രിക്സ്. നമ്പർ ഓഫ് റോസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളം. ഓക്കെ, സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ എന്ന് പറഞ്ഞാൽ ലെങ്ത്തും വിഡ്ത്തും ഈക്വൽ ആയിരിക്കും അല്ലേ. അതുപോലെ തന്നെ ഇവിടെ മെട്രിക്സിന്റെ കേസിൽ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആയിരിക്കും. 2 നമ്പർ ഓഫ് റോസ് ഉണ്ടെങ്കിൽ അത്ര തന്നെ കോളംസും ഉണ്ടാവും. ഇവിടെ ഫസ്റ്റ് നമ്മൾ കണ്ടത് എത്ര? 2 നമ്പർ ഓഫ് റോസും 3 നമ്പർ ഓഫ് കോളംസും ആണ്.
ഓക്കെ, ഇതൊരു സ്ക്വയർ മെട്രിക്സ് അല്ല, പക്ഷെ ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. എന്ത്, 2 നമ്പർ ഓഫ് റോസും ഉണ്ട്, 2 നമ്പർ ഓഫ് കോളംസും ഉണ്ട്. ഇത് നോക്കുക, ഇവിടെ നോക്കുക, 3 നമ്പർ ഓഫ് റോസ് ഉണ്ട്, അത്രയും തന്നെ കോളംസ് ഉണ്ട്, 3 നമ്പർ ഓഫ് കോളംസും ഉണ്ട്. 1 2 3 നമ്പർ ഓഫ് റോസും 1 2 3 നമ്പർ ഓഫ് കോളംസും. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോ, ഇത് 1 2 3 4 ഉണ്ട്. ഇവിടെ 4 നമ്പർ ഓഫ് റോസും ഉണ്ട്, 4 നമ്പർ ഓഫ് കോളംസും ഉണ്ട്. അപ്പൊ ഇതും ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. ഇനി ഞാൻ ഒരെണ്ണം തരാം, അത് സ്ക്വയർ മെട്രിക്സ് ആണെന്ന് പറയണം. ഇത് സ്ക്വയർ മെട്രിക്സ് ആണോ? അല്ല, ഇത് സ്ക്വയർ മെട്രിക്സ് അല്ല. എന്തുകൊണ്ട്? എത്ര റോസ് ആണുള്ളത് ഇവിടെ? 1 2 3 റോസും എത്ര കോളംസ് ആണുള്ളത്? 1 2 റോസ്. ഇത് 3/2 മെട്രിക്സ് ആണ്. 3/2 എന്ന് പറയുമ്പോൾ അത് എന്താണ്? അത് സ്ക്വയർ മെട്രിക്സ് അല്ല. ഓക്കെ, സ്ക്വയർ മെട്രിക്സ് വരുമ്പോൾ റോയും കോളും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തേക്ക് ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ് ഈസ് എ സ്ക്വയർ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ് എന്ന സ്ക്വയർ മെട്രിക്സ് തന്നെയാണ്. അതിന്റെ കൂട്ടത്തിൽ എന്തുകൂടെ ആഡ് ചെയ്യും? A(ij) n/n ഇത് സ്ക്വയർ മെട്രിക്സ് ആയിരുന്നു. അതുപോലെ A(ij) = 0 for I not = j. അത് ഡയഗണൽ അല്ലാത്ത സാധനം കണ്ട A(ij) = 0 where for I not = j. I not j എന്ന് പറഞ്ഞാൽ I equal to j എപ്പോഴാണ് വരുന്നത്? I equal to j എപ്പോഴാണ് വരുന്നത്? A(1 1) ഇവിടെ നിന്ന് I 1 ആണ്, j 1 ആണ്. ഓക്കെ, I യും j യും 1 എന്ന് പറയുമ്പോൾ അത് ഈക്വൽ ടു I equal to j. A(2 2) അതുകൊണ്ട് I equal to j. A(2 3) എടുത്താലോ? A(2 3) എടുത്താൽ I equal to j ആണോ? I എത്ര? I equal to 2, j equal to 3. I not equal to j ആണ്. I not equal to j ആണ് A(2 3) എടുക്കുമ്പോൾ. അപ്പോൾ അത് ഡയഗണൽ മെട്രിക്സ് അല്ല. ഡയഗണൽ മെട്രിക്സ് പറഞ്ഞാൽ ഇതാണ് ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ എലമെന്റ്സ് ഇത് A(1 1) A(2 2) A(3 3) A(4 4). അപ്പോൾ ഫോർ I not equal to j പറയുമ്പോൾ ഡയഗണൽ അല്ലാത്തത്. ഓക്കെ, ഡയഗണൽ അല്ലാത്ത പറയുമ്പോൾ ബാക്കിയുള്ള ഇതെല്ലാം ഡയഗണൽ അല്ലാത്ത അതൊക്കെ എന്തായിരിക്കും? 0 ആയിരിക്കും. അതൊക്കെ 0 വരുമ്പോഴാണ് എന്തെന്ന്? അതിനെ നമ്മൾ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. ഡയഗണൽ അല്ലാത്ത സാധനങ്ങളൊക്കെ 0 ആകുമ്പോഴാണ് ഡയഗണൽ മെട്രിക്സ്. ഡയഗണലിൽ 0 വരാം, പക്ഷെ ഡയഗണൽ അല്ലാത്തത് എപ്പോഴും 0 ആയിരിക്കണം. ഡയഗണലിൽ 0 വരാം. ഇതും എന്തെന്ന്? ഇപ്പം A(2 2) ഇവിടെ 0 ആണ്, പക്ഷെ ഡയഗണൽ മെട്രിക്സ് ആണ്. കാരണം എന്ത്? ബാക്കിയുള്ളതൊക്കെ എന്താണ്? 0 ആണ്. പറഞ്ഞുതരാം. 1 2 0 0 2 0 0 0 11. ഇത് ഡയഗണൽ മെട്രിക്സ് ആണോ? അല്ല. എന്തുകൊണ്ട്? ഡയഗണലിൽ 0 ആവാം, 0 അല്ലാതിരിക്കാം. പക്ഷെ ഡയഗണൽ അല്ലാത്ത എലമെന്റ്സ് അത് മുഴുവൻ 0 ആയിരിക്കണം. പക്ഷെ ഇവിടെ 2 എന്നുള്ളത് ഡയഗണൽ അല്ലാത്ത ഒരു എലമെന്റ് ആണ്. 2 എന്നുള്ളത് A(2 3) ആണ്. അതായത് ഇങ്ങനെ നമ്മൾ നോക്കിയാൽ മതി. ഇങ്ങനെയുള്ള ഡയഗണൽ നോക്കിയാൽ മതി. ഈ ഒരു ഡയഗണൽ കേട്ടോ, ഇങ്ങനെയല്ല, ഇങ്ങനെയാണ് ഡയഗണൽ വരുന്നത്. ഈ ഒരു ഡയഗണൽ അല്ലാത്ത എലമെന്റ്സ് എന്താണ്? 0 ആണെങ്കിൽ അത് ഡയഗണൽ മെട്രിക്സ് ആണ്. ഞാൻ വേറൊരു മെട്രിക്സ് തരാം. 3 0 0 0 1 2 0 0 100. ഇത് ഡയഗണൽ മെട്രിക്സ് ആണോ? ഇതുമല്ല. എന്തുകൊണ്ട്? ഇത് ഡയഗണൽ എടുക്കാം, അതല്ലാത്ത സാധനം നോക്കാം. ഇത് 0 അല്ല, അതുകൊണ്ട് ഇത് ഡയഗണൽ മെട്രിക്സ് അല്ല. വേറെ ഒന്നും തരാം. 1 0 0 0 3 0 0 0 9. ഇത് ഡയഗണൽ ആണോ? ഇത് ഡയഗണൽ ആണ്. ഇനി പറഞ്ഞു തരാം. 0 0 0 0 3 0 0 0 0. ഇത് ഡയഗണൽ ആണോ? നമുക്ക് ഡയഗണൽ എടുക്കാം. ഡയഗണൽ ഇതല്ല. ഡയഗണൽ എടുക്കാം. ഡയഗണൽ അല്ലാത്ത സാധനം എടുത്തു നോക്കാം. ഇത് ഡയഗണൽ അല്ല, ഇത് ഡയഗണൽ അല്ല. അതെല്ലാം 0 ആണോ? അതൊക്കെ 0 ആണ്. അപ്പോൾ ഇത് ഡയഗണൽ മെട്രിക്സ് ആണ്. ഓക്കെ, നമുക്കൊരു സ്കേലാർ മെട്രിക്സ് നോക്കാം. സ്കേലാർ മെട്രിക്സ് പറഞ്ഞാൽ ഡയഗണൽ മെട്രിക്സ് വിത്ത് all terms on main diagonals are equal and all non-diagonal elements are 0.
സ്കെലാർ മെട്രിക്സ് പറഞ്ഞത് ഒരു ഡയഗണൽ മെട്രിക്സ് ആണ്. ഡയഗണൽ മെട്രിക്സ് പറഞ്ഞാൽ നമുക്കറിയാം നോൺ ഡയഗണൽ ആയിട്ടുള്ളതെല്ലാം 0 ആയിരിക്കും. ഇതും ഇതും നോൺ ഡയഗണൽ ആണ്, ഡയഗണൽ അല്ലാത്തത്. അതിന്റെ കൂട്ടത്തിൽ എന്തുണ്ട്, മെയിൻ ഡയഗണൽ അല്ലേ, അതെല്ലാം ഈക്വൽ ആയിരിക്കും. ഈ ഒരു ഡയഗണൽ എടുത്താൽ ആളിലെ എലമെന്റ്സ് എല്ലാം ഈക്വൽ ആണ്. ഇവിടെ -5, ഇവിടെ -5, ഇവിടെ -5. അത് അടുത്ത് നോക്കും. ഇതിന്റെ ഡയഗണൽ 1, 1. ഇതിന്റെ ഡയഗണലോ 2, 2. ഇതിന്റെ ഡയഗണലോ മൊത്തം 1 ആണ്. ഓക്കെ, അപ്പൊ ഇത് സ്കേലാർ മെട്രിക്സ് എന്ന് പറയട്ടോ. സ്കേലാർ മെട്രിക്സ് ആണ് ഇത്. എല്ലാ ഡയഗണലും ഈക്വൽ ആണെങ്കിൽ അതിന് എല്ലാ ഡയഗണലും ഈക്വൽ ആയിരിക്കണം, ഡയഗണൽ എല്ലാത്തിലും 0 ആയിരിക്കണം. അത് നമ്മൾ സ്കേലാർ മെട്രിക്സ് എന്ന് പറയും. ഇതിന്റെ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ട്, അതായത് ഇതേ സാധനം സ്കേലാർ മെട്രിക്സ് ആയിരിക്കും, പക്ഷെ ആ ഡയഗണലിൽ എന്തായിരിക്കും 1 ആയിരിക്കും. അതിന് നമ്മൾ എന്ത് പറയും, യൂണിറ്റ് മെട്രിക്സ് എന്ന് പറയും, അല്ലെങ്കിൽ ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയും. ഇത് നമ്മൾ പല സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്നത്, നമ്മൾ പ്രോബ്ലംസിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കി വെച്ചു. യൂണിറ്റ് മെട്രിക്സ് അല്ലെങ്കിൽ ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡയഗണൽസ് എല്ലാം 1 ആയിരിക്കും, ബാക്കിയുള്ള എലമെന്റ്സ് എന്തായിരിക്കും 0 ആയിരിക്കും. നോൺ ഡയഗണൽസ് ആയിട്ടുള്ള എലമെന്റ്സ് എല്ലാം 0യും ഡയഗണൽസ് 1 ഉള്ളതാണ് യൂണിറ്റ് മെട്രിക്സ് അല്ലെങ്കിൽ ഐഡന്റിറ്റി മെട്രിക്സ്. ഓക്കെ, റോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ റോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ റോസ് മാത്രമുള്ളത്, ഇത് റോ മാത്രമുള്ളതാണ്. അതിനാ റോ മെട്രിക്സ് എന്ന് പറയും. 2, 5, 50. ഇതൊറ്റ സിംഗിൾ റോ ആയിരുന്നു. റോ എടുത്ത് വരെ പോട്ടാ, റോ മാത്രം. രണ്ടാമത് ഒരു റോ ഇല്ല ഇവിടെ. ഓക്കെ, ഒറ്റ റോയില് എല്ലാ എലമെന്റ്സും വരുന്നത് റോ മെട്രിക്സ്. കോളം മെട്രിക്സ് ആണ് അങ്ങനെ, ഒറ്റ കോളത്തിൽ എല്ലാ എലമെന്റ്സും വരുന്നത് കോളം മെട്രിക്സ്. രണ്ടാമത് ഒരു കോളും ഇല്ല, രണ്ടാമത് മൂന്നാമത് ഒരു കോളും ഇല്ല, സിംഗിൾ റോയിൽ തന്നെ എല്ലാം വരുന്നത് കോളം മെട്രിക്സ്. ഓക്കെ, ഇത് സീറോ മെട്രിക്സ് അല്ലെങ്കിൽ നൾ മെട്രിക്സ് എന്ന് പറയുന്നത് എല്ലാ എലമെന്റ്സും 0. ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്ത് OM/n, അതായത് O2/3 എന്ന് പറഞ്ഞാൽ 2 റോസും 3 കോളംസും മൊത്തം 0. അതിന് സീറോ മെട്രിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നൾ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ടൈപ്പ് ഓഫ് എന്താണ് മെട്രിക്സിൽ. ഇനി നമുക്ക് ഒരു ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. Let A and B two matrices given by A is equal to x plus 2. For the x plus 2 3y by minus 7, 3y minus 7. അപ്പോൾ ഇത് എത്ര മെട്രിക്സ് ആണ്, ഇത് എത്ര മെട്രിക്സ് ആണ്, ഇതിന്റെ റോ എത്ര കോളം എത്ര പറയാൻ പറ്റും നമുക്ക്. അതായത് ഫസ്റ്റത്തെ എലമെന്റ് എക്സ് പ്ലസ് 2 ഒരു എലമെന്റ്, 3y minus 7 ഒരു എലമെന്റ്. അപ്പൊ എത്ര, ഫസ്റ്റ് റോ സെക്കൻഡ് റോ. അപ്പൊ എത്ര റോ ഉണ്ട്, 2 റോ ഉണ്ട്. ഓക്കെ, 2 എത്ര കോളം ഉണ്ട്, കോളം എന്ന് പറയുന്നത് ഒറ്റ കോളം ഉണ്ട്. എക്സ് പ്ലസ് 2 എന്ന് പറഞ്ഞ എലമെന്റ്, 3y minus 7 എന്ന് പറഞ്ഞ ഒരു എലമെന്റ്. അപ്പോൾ ഒറ്റ കോളം ഉണ്ട് ഇവിടെ. 2/1 ആണ് ഈ മെട്രിക്സ്, 2/1. അതുപോലെ ഇതും 2 റോയും ഒരു കോളും. 4 minus y എന്ന് പറഞ്ഞത് ഒരു എലമെന്റ്, x minus 3 എന്ന് പറഞ്ഞത് ഒരു എലമെന്റ്. ഓക്കെ, ആ 2 എലമെന്റും ഒറ്റ കോളത്തിലല്ല, ഫസ്റ്റ് കോളത്തിലല്ല. അപ്പോൾ ഇതും 2/1 മെട്രിക്സ് ആണ്. അപ്പോൾ രണ്ടും 2/1 മെട്രിക്സ് ആണ്. നമുക്ക് അതിനെ ഈക്വൽ ആക്കിയിട്ട്, അപ്പോൾ ഫിക്സ് എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫിക്സ് എക്സ് ആൻഡ് വൈ സോ ദാറ്റ് A equal to B. ഇത് A equal to B എന്ന് പറയുന്നുണ്ട്. അതായത് ഈ മെട്രിക്സും ഈ മെട്രിക്സും ഈക്വൽ ആണ് ഇവർ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ എക്സും വൈ കണ്ടുപിടിക്കാം. നമുക്ക് എങ്ങനെ എക്സും വൈ കണ്ടുപിടിക്കാം, അതായത് ഇത് നമ്മൾ മാറ്റി എഴുതിയാൽ എക്സ് പ്ലസ് 2 ഫസ്റ്റ് എലമെന്റ്, എക്സ് പ്ലസ് 2ഉം 3y minus 7 ഇത് ഫസ്റ്റത്തെ മെട്രിക്സ്, ഈക്വൽ ടു 4 minus y x minus 3 ഇത് രണ്ടാമത്തെ മെട്രിക്സ്. അത് ഫസ്റ്റ് മെട്രിക്സ് ഈക്വൽ ടു സെക്കൻഡ് മെട്രിക്സ്. അപ്പോൾ ഫസ്റ്റ് മെട്രിക്സിന്റെ ഫസ്റ്റ് എലമെന്റ് എടുക്കാം. ഫസ്റ്റ് എലമെന്റ് എക്സ് പ്ലസ് 2 ഈക്വൽ ടു നമുക്ക് മാറ്റി എഴുതാം അങ്ങനെ 4 minus y. ഓക്കെ, ഒന്നാമത്തെ ഫസ്റ്റത്തെ. അപ്പോൾ ഇതിനെങ്ങനെ മാറ്റി എഴുതാം, ഇംപ്ലൈസ് ചെയ്യുന്നത് എക്സ് പ്ലസ് 2 ഈ മൈനസ് വൈ എന്നുള്ളത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് വൈ എന്നാണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 4, ഈ പ്ലസ് 2 അപ്പുറം പോകുമ്പോൾ -2 ആണ്, -2. അതായത് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 4 minus 2, 2. ഇത് ഒന്നാമത്തത്. ഇത് ഫസ്റ്റത്തെ ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ കിട്ടി. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാം. രണ്ടാമത്തെ ഇക്വേഷൻ പറയുന്നത് 3
y minus 7 equal to x minus 3. x minus 3. 3y plus x will approve minus x. Minus x equal to minus 7 will approve plus x. 7 minus 3. 3y minus x is equal to 7 minus 3 3 4 ആണ് അല്ലേ സെക്കൻഡ് ഇക്വേഷൻ കിട്ടി. ഇനി ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? വൈയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറ്റും. വൈയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത് ഇവിടെ പ്ലസ് എക്സും ഇവിടെ മൈനസ് എക്സും ആണ്. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്താൽ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷൻ ഫസ്റ്റ് പ്ലസ് സെക്കൻഡ് ഇത് രണ്ടും ആഡ് ചെയ്താൽ എക്സും എക്സും ക്യാൻസൽ ആവും. ഇവിടെ പ്ലസ് എക്സും മൈനസ് എക്സും ക്യാൻസൽ ആവും. ബാക്കിയിൽ എന്ത് 3y പ്ലസ് y is equal to 4 plus 2. 3y plus y 4y is equal to 4 plus 2 എത്ര 4 plus 2 6 കിട്ടും. അപ്പോൾ y is equal to 6 by 4 is equal to 3 by 2 കിട്ടും. വൈയുടെ വാല്യൂ 3 by 2 കിട്ടും. ഓക്കെ ഇപ്പോൾ കാണുന്നുണ്ട്. വൈയുടെ വാല്യൂ 3 by 2 കിട്ടും. വൈയുടെ വാല്യൂ 3 by 2 കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സിൻ്റെ വാല്യൂ എടുക്കാം. നമുക്ക് എക്സ് ഓൾറെഡി അറിയാം. എന്താണ് ഒരു എക്സിൻ്റെ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. എക്സ് പ്ലസ് വൈ ഇസ് ഇക്വൽ ടു 2. വൈയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി 3 by 2 കിട്ടി. അപ്പോൾ എക്സ് പ്ലസ് വൈക്ക് സബ് ഇടാം. എന്താണ് 3 by 2 സബ് ഇട്ടാൽ 3 by 2 ഇസ് ഇക്വൽ ടു 2. അപ്പോൾ ഇത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് എൽസിഎം കൊടുക്കാം. അപ്പോൾ 2x പ്ലസ് 3 by 2 ഇസ് ഇക്വൽ ടു 2. 2x plus 3 is equal to 2 into 2. ഈ 2 അപ്പുറത്തേക്ക് പോകുമ്പോൾ 4 ആവും. 2 into 4 ആവും. ഡിവൈഡ് ആകുമ്പോൾ ഇൻറ്റു ആവും. 2x plus 2x equal to അപ്പുറം പോകുമ്പോൾ 4 minus 3 ആവും. 2x is equal to 4 minus 3. 4 minus 3 1. അപ്പോൾ x is equal to 1 by 2. x equal to 1 by 2. y is equal to എന്താണ് 3 by 2 കിട്ടും. ഓക്കെ ഇതുകൊണ്ട് നമുക്ക് കിട്ടിയ വാല്യൂ.